ചുവടെയുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു ആനിമേഷൻ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. സൂചന: ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലുള്ള bg.png, text_2.png എന്നീ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുക. text_2.png എന്ന ചിത്രം ക്യാൻവാസിൽ ഇടത്തോട്ടും വലത്തോട്ടും ചലിക്കുന്നതിൻ്റെ ആനിമേഷൻ തയ്യാറാക്കുക. തയ്യാറാക്കിയ ആനിമേഷൻ ഹോമിലെ X_Antenne എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ എന്ന പേരിൽ സേവ് ചെയ്യുക. Prepare an animation using Synfig Studio software as per the instructions given below. Hints: use the images bg.png and text_2.png given in the images 10 folder in home. Create an animation of the image text_2.png moving left and right on the canvas. Save the animation to X_Antenne folder in home. Give your register number question number as the file name. സിൻഫിക് സ്റ്റുഡിയോ തുറക്കുന്നു. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്. തുറക്കേണ്ടത് PNG ഫയൽ ആയതുകൊണ്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഫയൽ ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇമേജസ് 10 ഫയലുള്ളത്, അത് തുറക്കുന്നു. bg.png എന്ന ഫയലാണ് തുറക്കേണ്ട ഒരു ഫയൽ. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് തുറന്നു. അടുത്ത ഫയൽ കൂടി ഇതുപോലെ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ തുറക്കുന്നു. രണ്ടാമത് തുറന്ന test2 എന്ന ഫയലിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നു. ഇതിൻ്റെ വലിപ്പം കുറയ്ക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വലിപ്പം കുറയ്ക്കുന്നു. ഇനി ആനിമേഷൻ കൊടുക്കാവുന്നതാണ്. അതിനുവേണ്ടി ഇവിടെ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓൺ ആക്കുന്നു. ഇടത്തോട്ടും വലത്തോട്ടും ചലിക്കുന്ന രീതിയിൽ ടെസ്റ്റിന് ആനിമേഷൻ നൽകണമെന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഫ്രെയിമിൽ വെൽക്കം എന്ന ടെസ്റ്റിൻ്റെ സ്ഥാനം ഇവിടെ തന്നെയാണ്. ഇനി ഞാൻ 20ാമത്തെ ഫ്രെയിമിൽ ഒരു ആനിമേഷൻ കൊടുക്കാൻ പോവുകയാണ്. അതിനായി 20 എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീയിൽ അമർത്തുന്നു. 20ാമത്തെ ഫ്രെയിമിൽ ഇതിനെ ഞാൻ ഇടതുഭാഗത്തേക്ക് നീക്കി വയ്ക്കുന്നു. ഇനി ഞാൻ 60ാമത്തെ ഫ്രെയിമിലാണ് ആനിമേഷൻ കൊടുക്കുന്നത്. ഇവിടെ 60 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീയിൽ അമർത്തുന്നു. 60ാമത്തെ ഫ്രെയിമിൽ ഇതിൻ്റെ സ്ഥാനം വലതുഭാഗത്തേക്ക് നീക്കി വെക്കുന്നു. 80ാമത്തെ ഫ്രെയിമിലാണ് ഇനി ആനിമേഷൻ കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ 80 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീയിൽ അമർത്തുന്നു. 80ാമത്തെ ഫ്രെയിമിൽ ഇതിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നു. ആനിമേഷൻ പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ ഫ്രെയിമിലേക്ക് പോകുന്നു. ഇനി പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ കാണുന്നു. ഈ ഫയൽ ഇനി സേവ് ചെയ്യണം. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. X_Antenne ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ഫയൽ നാമം കൊടുക്കുന്നു. SIFZ എന്ന പേരിലാണ് സേവ് ചെയ്യപ്പെടാൻ പോകുന്നത്. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു.